നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാനഡയിൽ ഒരു ഇന്ത്യൻ യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന നിർണായകമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കാനഡയിലെ എഡ്മണ്ടണിലാണ് ഇന്ത്യൻ യുവതി ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബ് സ്വദേശിനിയായ ദാമൻപ്രീത് കൗറാണ് മരിച്ചത്. 23-കാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പങ്കാളിയായ 22 വയസ്സുകാരൻ അറസ്റ്റിലായി. റിതീഷ് കുമാർ എന്ന 22-കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. എഡ്മണ്ടൺ പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയാണ് 22-കാരനെ അറസ്റ്റ് ചെയ്തത്. ജൂലൈ 9 വൈകിട്ടോടെയാണ് എഡ്മണ്ടണിലെ സിൽവർ ബെറിയിലുള്ള വസതിയിൽ ഗുരുതരമായ പരിക്കുകളോടെ അബോധാവസ്ഥയിൽ യുവതിയെ കണ്ടെത്തുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാമൻപ്രീത് കൗർ ചികിത്സയിലിരിക്കെ ജൂലൈ 12 മരിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അന്വേഷണ പുരോഗതിക്കായി ആദ്യം രഹസ്യമാക്കി വെച്ചു മരണകാരണം. ജൂലൈ 23-ഓടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടത്. യുവതിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 22-നാണ് പ്രതിയായ റിതീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന് പോലീസ് കണ്ടെത്തി റിതീഷിനെ ചോദ്യം ചെയ്തു. മരണപ്പെട്ട ദാമൻപ്രീത് കൗറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരം തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം എത്തിക്കുന്നതിനായുള്ള ഭാരിച്ച ചെലവ് കുടുംബത്തിന് താങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് ഫണ്ട് ശേഖരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു 23-കാരിയെ പങ്കാളി അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അന്യനാട്ടിൽ മരണം സംഭവിച്ചിരിക്കുന്നു. വളരെ വേദനാജനകം. കുടുംബത്തിന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഭാരിച്ച തുകയുണ്ട്. അപ്പോൾ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. വേദനയുണ്ട് ഒരു വശത്ത്, മറുവശത്താകട്ടെ കുട്ടിയുടെ മൃതദേഹം അവസാനമായി കാണണമെന്ന ആഗ്രഹവും ആ ബന്ധുക്കൾക്കുണ്ട്, ഉറ്റവർക്കൊക്കെ ഉണ്ട്. എന്നാലും വളരെ ദുഃഖകരമായ നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയത്തെ കൂട്ട ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. വിശദമായി നോക്കാം ഈ റിപ്പോർട്ട് കൂടി നമുക്ക്. കോട്ടയം അയർക്കുന്നത്ത് ഒരു വീട്ടിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവം, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ആ സംഭവത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. വിഷമുള്ളിൽ ചെന്നതിനെ തുടർന്ന് വിവിധ ദിവസങ്ങളായാണ് മറ്റപ്പള്ളി ചിറ്റപ്പുറത്ത് തോമസ് എബ്രഹാം 50 വയസ്സ്, ഭാര്യ ജോസ്ന 43 വയസ്സ്, മരിയ തെരേസ തോമസ് 17 വയസ്സ്, അലൻ തോമസ് 12 വയസ്സ് എന്നിവർ വിവിധ ദിവസങ്ങളായി മരിച്ചത്. അലൻ ഒഴികെയുള്ള 3 പേർ നൽകിയ മരണമൊഴികളിലെ വൈരുദ്ധ്യമുണ്ട്. 3 പേരും വിഷമുള്ളിൽ ചെന്നതിനെ സംബന്ധിച്ച് 3 മൊഴികളാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളുമാണ്, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് ഇവർ നടത്തിയത്, അത് എന്തിനു വിനിയോഗിച്ചു എന്നതടക്കമുള്ള പ്രധാന കാര്യങ്ങളാണ് കേസ് വിശദമായി അന്വേഷിക്കുമ്പോൾ പ്രധാനമായും പരിഗണന നൽകുന്നത്. വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നു, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് സംബന്ധിച്ച് 3 വിവിധ തരത്തിൽ മൊഴി നൽകിയത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുകയാണ്. അലൻ്റെ മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഡോക്ടർ അത് അനുവദിച്ചിരുന്നില്ല. പക്ഷേ മറ്റ് 3 പേരുടെയും മൊഴി പോലീസ് ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ എടുത്തിരുന്നു. പക്ഷേ 3 പേരും 3 തരത്തിലാണ് മൊഴി നൽകിയത്. ജോസ്ന ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. അത്തരത്തിലൊരു കാരണമാണ് കണക്കാക്കപ്പെടുന്നത്. അത് തന്നെയാണോ എന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ജോസ്ന എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. 5 ബാങ്കുകളിൽ ജോസ്നയ്ക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തൽ. ഇതിലെ ഇടപാടുകൾ, എന്തൊക്കെ ഇടപാടുകളാണ് നടത്തിയത്, ആരൊക്കെയുമായിട്ടാണ് ഇടപാടുകൾ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം കൈമാറിയത് ആർക്കൊക്കെയാണ്, ആ ആളുകളെ കേന്ദ്രീകരിച്ചും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ചെക്ക് ഉപയോഗിച്ചാണ് വലിയ തുകകളടക്കം ബാങ്കിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ ജോസ്ന അടുത്ത കാലത്തായി എടുത്തിരുന്നു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആഡംബര വസ്തുക്കളോ മറ്റ് ആഭരണങ്ങളോ കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ഈ 10 ലക്ഷം എന്തിനാണ് ജോസ്ന അതും ചെക്ക് വഴി പിൻവലിച്ചത്, എന്താവശ്യത്തിനായിരുന്നു ഇത് ഉപയോഗിച്ചത് എന്നതടക്കമുള്ള ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം. ചിട്ടിയുടെ പേരിൽ പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ ജോസ്ന വാങ്ങിയെന്ന ആരോപണമുണ്ട്. പക്ഷേ ഈ പണം ചെലവഴിച്ചത് എങ്ങനെ, അതിലും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. വിശദമായ അന്വേഷണത്തിൽ ഈ ക്രൈംബ്രാഞ്ച് കടക്കുമ്പോൾ എന്തിനായിരുന്നു ഇത്രയും പണം
പിൻവലിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പണം പിൻവലിച്ചത്? മറ്റെന്തെങ്കിലും ഈ കുടുംബത്തെ അലട്ടിയിരുന്നോ? കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം ഇവർ അലട്ടിയിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം പോലീസ് തന്നെ വ്യക്തമായ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ നൽകും. അതേസമയം കഴിഞ്ഞ ദിവസം ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു. ഒരു നാടൊന്നടങ്കം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങിനിടെ കണ്ടത്. മരിയയുടെയും അലൻ്റെയും സുഹൃത്തുക്കൾ അടക്കമുള്ളവർ അവസാനം ഒരു നോക്ക് അവരെ കാണാനെത്തിയതും വളരെ നോവായി മാറിയിരിക്കുകയാണ്. അവരോടൊന്നും പറയാതെ ജീവിതത്തിലെ കഠിന തീരുമാനമെടുത്ത തോമസിൻ്റെയും ജോസ്നയുടെ ഓർമ്മയിൽ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഒന്നടങ്കം നീറിപ്പുകയുകയായിരുന്നു. ചേപ്പുംപാറ മർത്താ മറിയം പള്ളിയിലെ കല്ലറയിലാണ് അന്ത്യവിശ്രമം 4 പേർക്കും ഒരുക്കിയത്. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം 4 മൃതദേഹങ്ങളും വൈകിട്ട് 4:10 സെമിത്തേരിയിൽ എത്തിക്കുകയും ചെയ്തു. 100 കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ മാസം 13-നായിരുന്നു കളനാശിനി കഴിച്ച് 4 പേർ ആത്മഹത്യ ചെയ്തത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഓരോരുത്തരായി മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് 4 പേരും മരണത്തിന് ഓരോ ദിനങ്ങളിലായി കീഴടങ്ങിയത്. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ. ഇന്നലെ രാവിലെ 11 മണിക്കാണ് മറ്റപ്പള്ളിയിൽ എത്തിച്ചത് സംസ്കാര ശുശ്രൂഷകൾക്കായി. മറ്റപ്പള്ളി ചിറപ്പുറത്ത് വീടിന് മുൻപിൽ 4 ആംബുലൻസുകളിലായിട്ടാണ് 4 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. അക്ഷരാർത്ഥത്തിൽ 4 ആംബുലൻസുകൾ ആ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു ഉറ്റവരുടെയും ഉടയവരുടെയും പരിചയക്കാരുടെയും ഒക്കെ. ഈ മൃതദേഹങ്ങൾ വീട്ടിൽ പ്രവേശിപ്പിച്ചില്ല, മറിച്ച് മുൻപിൽ കുറച്ചുനേരം നിർത്തിയതിനു ശേഷം പൊതുദർശനത്തിനായി ചേപ്പുംപാറ മർത്താ മറിയം പള്ളി ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയായിരുന്നു. വീടിന് മുൻപിലെ റോഡിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തി. ഇവിടെ എത്തിയ മരിയയും അലനും പഠിച്ചിരുന്ന മറ്റക്കര HSSലെ സഹപാഠികളും അധ്യാപകരും ഒക്കെ വിങ്ങിക്കരയുന്നുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ MLA, റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി, മുൻ MP തോമസ് ചാഴിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് JG പാലക്കലോടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AS വിനോദ്, സുനിൽ തോമസ്, ഗീത രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ എത്തി. ചാണ്ടി ഉമ്മൻ MLA, റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി, മുൻ MP തോമസ് ചാഴിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് JG പാലക്കലോടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ES വിനോദ്, സുനിൽ തോമസ്, ഗീത രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. ഇതിൽ കേസ് ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. BJPയും കോൺഗ്രസും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ചില ദുരൂഹതകൾ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അവർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെയോ ക്രൈംബ്രാഞ്ചിനെയോ ഏൽപ്പിക്കണമെന്ന് UDF നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ജോസ്ന താൽക്കാലിക ജോലി ചെയ്തിരുന്ന സ്ഥാപനം സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഇത് സംശുദ്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. പോലീസ് കണ്ടെടുത്തെന്ന് പറയപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പും ധനകാര്യ സ്ഥാപനത്തിലെ പാസ്ബുക്കുകളും മരണമൊഴിയും പുറത്തുവിടണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ വിവിധ സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തില്ലെന്നും UDF നേതാക്കളായ കുഞ്ഞു പുതുശ്ശേരി, NA മത്തായി, TM ആന്റണി തുടങ്ങിയവർ അറിയിക്കുകയുണ്ടായി. ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചത് കുടുംബാംഗങ്ങളുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രി M. ലിജുവിനും കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കിയത്. BJPയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നായിരുന്നു BJP അയർക്കുന്ന മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചത്. ധനകാര്യ സ്ഥാപനത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്ന ജോസ്നയ്ക്ക് ചിട്ടി നടത്തിപ്പിൽ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ആരോപണം ഒരു വശത്ത് ശക്തമാണ്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ തുകകൾ എന്തിനു വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ, കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് താഴത്ത്, ജനറൽ സെക്രട്ടറി KK രാജൻ തുടങ്ങിയവർ ആരോപിച്ചിട്ടുണ്ട്. കൂട്ട ആത്മഹത്യ നടന്നിട്ടും സ്ഥലം MLA ഒരു മുൻ മന്ത്രിയും സംഭവം മൂടി വയ്ക്കുകയാണെന്ന ആരോപണം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ടായിരുന്നു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. BJP നേതാക്കൾ ഈ ആരോപണം ശക്തമാക്കുകയുണ്ടായി. എന്തായാലും എല്ലാവരുടെയും കൂട്ട ആവശ്യപ്രകാരം സംഭവം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിന്റെ മറ്റപ്പള്ളി ശാഖയിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മരിച്ച ജോസ്ന. ഇവരുടെ ആത്മഹത്യാ കുറിപ്പിൽ സ്ഥാപന മേധാവിയായ ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അവരുടെ മൊഴിയും എടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന സ്ഥാപന മേധാവിയായ യുവതിയെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. സ്ഥാപനത്തിന് വരുത്തിയ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതാണ് തന്നോടുള്ള എതിർപ്പിന് കാരണമെന്നാണ് അവർ നൽകിയ മൊഴി. അതേസമയം ചിട്ടിയുടെയും മറ്റും പേരിലായി ജോസ്ന പണം വാങ്ങിയെന്ന കൂടുതൽ പരാതികൾ പോലീസിന് കിട്ടിയെന്നാണ് വിവരം. സാമ്പത്തിക ആരോപണം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ ഫോൺ വിളി രേഖകളും പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മരണത്തിൽ ദുരൂഹതയുണ്ട്. 4 പേരും ആത്മഹത്യ ചെയ്യപ്പെട്ടു. അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അവരെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
ആത്മഹത്യാ പ്രേരണ നൽകിയത് ആരൊക്കെയാണെന്നതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് 4 പേരും കടന്നു എന്നത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്രയും പണം എന്തിനാണ് 10 ലക്ഷത്തോളം രൂപ പിൻവലിച്ചത്? ഈ പണം എന്തിനുപയോഗിച്ചു? വീട്ടിൽ മറ്റ് ആഡംബര വസ്തുക്കളൊന്നും വാങ്ങിയിട്ടില്ല, ആഭരണങ്ങളില്ല. അപ്പോൾ എന്തിനായിരുന്നു പണം പിൻവലിച്ചത്? എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു എന്നതും ആ ഒരു കാര്യവും ഈ മരണത്തിന് പിന്നിൽ ഉണ്ടോ, എന്തെങ്കിലും ഘടകമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബത്തിനേറെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സംഭവ ദിവസം കുടുംബം അസ്വസ്ഥരായിരുന്നുവെന്ന് നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും 4 പേർ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.